ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവനന്തപുരത്തു നിന്നും വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലേക്കാണ്. എന്തായാലും ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം അത്രയ്ക്ക് വളരെ ചെറിയ മോശമായ ഒരു ഏരിയ ആണെന്നാണ് പറയാം. ഇപ്പം സമയം ഏകദേശം 6:30 മണിയായി. നമ്മുടെ ട്രെയിൻ പിടിച്ചിട്ടിട്ട് ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുകയാണ്. ബംഗാളികളുടെ മെയിൻ ഫുഡാണ് ചപ്പാത്തി, റൊട്ടി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. അപ്പം അത് കുക്ക് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡാർജിലിംഗിൽ വന്നപ്പം എൻ്റെ ആദ്യത്തെ ഒരു ആഗ്രഹമായിരുന്നു കാഞ്ചൻഗംഗ കാണണമെന്ന്, ഡാർജിലിംഗിൽ അവിടെ നിന്ന്. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 7407 ഫീറ്റ് ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവനന്തപുരത്തു നിന്നും വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലേക്കാണ്. ഈ യാത്ര തുടക്കം കുറിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഷാലിമാർ എക്സ്പ്രസിലാണ് എന്റെ യാത്ര തുടങ്ങുന്നത്. പോകുന്ന വഴിയിലെ കാഴ്ചകളും ട്രെയിൻ അനുഭവങ്ങളും യാത്രാ അനുഭവങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ പോകുന്നത് ട്രിവാൻഡ്രത്തു നിന്നും ഷാലിമാർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്ന് സിലിഗുരി, അവിടെ നിന്ന് നേരെ ഡാർജിലിംഗിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എടുത്തു. 43 മണിക്കൂറാണ് എന്റെ ആദ്യത്തെ ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത്. എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഡാർജിലിംഗ് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന്. അപ്പം അതിന് പോകാൻ പറ്റിയ അനുയോജ്യമായ സമയം ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. കാരണം ഇപ്പൊ അവിടെ ഏകദേശം 5 ഡിഗ്രിയാണ് താപനില. എന്തായാലും പോകാൻ പറ്റിയൊരു സമയം ഇതാണെന്ന് കരുതിയാണ് ഞാൻ ഈ യാത്ര തുടങ്ങിയത്. എന്തായാലും ഇപ്പോൾ സമയം ഏകദേശം 9:30 ആയിരിക്കുകയാണ്. നമ്മളിപ്പം എറണാകുളം അടുത്തിരിക്കുകയാണ്. എന്തായാലും രാത്രി വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ മനസ്സിലാവും, ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പം എന്തായാലും സമയം കളയാതെ ഞാൻ കയറി കിടക്കാൻ പോവാണ്. നാളെ നമുക്ക് ട്രെയിൻ യാത്രയിൽ ബാക്കി കാഴ്ചകൾ കാണാം. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഏകദേശം കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ. പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. എല്ലാവരും അവരവരുടെ ജോലിക്കായി പോകുന്ന ഒരു സമയം. ഏകദേശം നമ്മളിപ്പം കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള സാധനങ്ങൾ അവർ ഗുഡ്സ് ട്രെയിൻ വഴി കൊണ്ടുവന്നിട്ട് ലോറിയിലേക്കൊക്കെ മാറ്റുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 10 മിനിറ്റോളം ട്രെയിൻ ഹോൾട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നു. നേരെ നമ്മൾ അടുത്ത ലക്ഷ്യസ്ഥാനം നോക്കി നമ്മുടെ ട്രെയിൻ കുതിച്ചു പായുകയാണ്. ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഒരുപാട് നെൽവയലുകളും മറ്റ് കൃഷിയിടങ്ങളും കൃഷി ചെയ്യുന്നതും കൃഷി നിലങ്ങളും അങ്ങനത്തെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാൻ നമ്മൾ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് ഫാക്ടറീസ് വരുന്നുണ്ട്. റാംകോയുടെ ആണെങ്കിലും ഇന്ത്യൻ ഓയിലിൻ്റെ ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് ഫാക്ടറീസ് നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ക്ഷേത്രം കേട്ടോ, ഇത് ഏകദേശം നമ്മുടെ വെള്ളത്തിനെ ചുറ്റപ്പെട്ട് കിടക്കണം കേട്ടോ, കാരണം ചുറ്റും നെൽപ്പാടങ്ങളാണ്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെയായിട്ട് കണ്ടെയ്നേഴ്സ് ഒരുപാട് അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഈ ട്രെയിൻ ഒരു വെറൈറ്റി ഇതാണ്. ഇത് മിക്കവാറും ഗുഡ്സ് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രെയിനാണ് ഇവർ. വിജനമായ വഴിയിലൂടെയാണ് യാത്ര എന്ന് പറയുന്നത്. കാരണം ഒരു സൈഡിലും ഒന്നുമില്ല, വീടൊക്കെ കുറവാണ്, ഫുൾ തരിശു ഭൂമികളാണ്. അതിൻ്റെ ഇടയ്ക്ക് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. പിന്നെ നെൽപ്പാടങ്ങൾ, ചിലയിടത്താണെങ്കിൽ നെല്ല് അവർ കൊയ്തിട്ടുണ്ട്, ചിലയിടത്ത് നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിലയിടത്ത് നെല്ല് വിളവെടുക്കാറായിരിക്കുന്നു. അങ്ങനത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൻ്റെ അടുത്തുള്ള തോടുകളുടെ അവസ്ഥ പറയണ്ടല്ലോ, സ്വാഭാവികമായിട്ടും എല്ലാം
മലിനമാണ്. കാരണം ഈ അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയും. വീടിന്റെ തൊട്ട് ബാക്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ചെറിയൊരു കാഴ്ചയാണ് ഇതും. ചിലയിടങ്ങളിൽ അവരത് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ചിലയിടത്ത് ഇപ്പോഴും അവസ്ഥ ഏകദേശം ഒരുപോലെയാണ്. അങ്ങനെ നമ്മൾ മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ സ്റ്റോപ്പില്ല, അതുകൊണ്ടാണ് ട്രെയിൻ വിട്ടിടിച്ച് പോകുന്നത്. ഈ ട്രെയിനിൽ ഏകദേശം സ്റ്റോപ്പുകൾ വളരെ കുറവാണ് കേട്ടോ. ഈ കാണുന്നത് തരിശു ഭൂമിയൊന്നുമല്ല, ഇതിന്റെ വെള്ളത്തില് പായല് പോലത്തെ എന്തോ സാധനം പൊങ്ങിക്കിടക്കുന്നതാണ്. തരിശു ഭൂമിയൊന്നുമല്ല. കാണുമ്പോൾ നമുക്ക് ഇവിടെ നോക്കും തരിശു ഭൂമി പോലെ തോന്നുമെങ്കിലും അതല്ല സംഭവം. കായലിന്റെ മുകളിൽ പായലിങ്ങനെ പൊങ്ങിക്കിടക്കുന്നതാണ്. അതിന്റെ മണ്ട കുക്കൊക്കെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് നോക്കം കാണാം. അതിന്റെ ബാക്കിലായിട്ട് വീടൊക്കെ ഉണ്ട് ഒരുപാട്. അതുകൊണ്ട് അങ്ങ് ദൂരെയായിട്ട് നമ്മൾ ഏതൊരു ഫാക്ടറി ആണെന്ന് തോന്നുന്നു. അതിന്റെ വ്യൂ എന്താണെന്ന് അറിയത്തില്ല. നല്ല ഉയരം ഉണ്ട് കേട്ടോ, അത് അടുത്ത് ചെല്ലുമ്പോൾ മനസ്സിലാവും. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുണ്ട്, നല്ല ഉയരം ഉണ്ട് അത് കാണുമ്പോൾ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫാക്ടറി അശോക് ലൈലാൻഡിന്റെ ഫാക്ടറിയാണ്. അശോക് ലൈലാൻഡിനെ കുറിച്ച് അറിയാത്തവരെ ആരും ഉണ്ടാവില്ല. ഒരുപാട് ബസ്സുകളും ലോറികളും അങ്ങനെ ഒരുപാട് ട്രാൻസ്പോർട്ട് സർവീസ് അവർ ഉണ്ട് വാഹനങ്ങളായിട്ട് തന്നെ. അശോക് ലൈലാൻഡിന്റെ ഫാക്ടറിയുടെ ബാക്ക് സൈഡിലൂടെയാണ് ഇപ്പോൾ ട്രെയിൻ പൊക്കോണ്ടിരിക്കുന്നത്. വലിയൊരു ഫാക്ടറിയാണ്. എനിക്ക് തോന്നുന്നത് ചെന്നൈയിലെ ഫാക്ടറി ആണോ അറിയത്തില്ല, അറിയാവുന്നവരുന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങ് ദൂരെ കാണുന്നുണ്ടോ, അത് ലൈറ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ലൈറ്റ് ഹൗസിന്റെ ഒരു വ്യൂ ഒക്കെ ഉണ്ട്, കാരണം അതുപോലെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എ സിക്കകത്ത് ആയതുകൊണ്ട് തന്നെ പുറത്തെ ചൂട് എന്തോന്ന് അറിയത്തില്ല, നല്ല വെയിലുണ്ട്. ഈ കാണുന്നത് ഒരു സിമെന്റ് ഫാക്ടറിയാണ്, ഏത് കമ്പനിയുടെ ആണെന്ന് അറിയത്തില്ല കേട്ടോ. ധാന്യങ്ങൾ ശേഖരിക്കാനായി പോകുന്ന ഒരു കൂട്ടം പക്ഷിക്കൂട്ടങ്ങളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. എനിക്കൊന്ന് കൊക്കും കാക്കയാന്ന് തോന്നുന്നു കൂടുതലും കണ്ടിട്ട്, കളർ കണ്ടിട്ട്. ഇപ്പൊ നമ്മൾ ഏതോ ഒരു നദിയുടെ മേളിലൂടെയുള്ള ബ്രിഡ്ജിലോട്ട് കയറിയിരിക്കുകയാണ്. അവിടെ താഴെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ട്, ആ ചേട്ടൻ വലയിടുന്ന കാണാൻ പറ്റും കേട്ടോ. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, ചേട്ടൻ ഇടുന്നില്ല, നമുക്ക് ഭാഗ്യമില്ല, ആ ചേട്ടൻ വലയിടുന്ന കാണാൻ പറ്റിയില്ല. ഇനി നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു ഗ്യാസ് പ്ലാന്റ് ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അതിൻ്റെ ബാക്കിൽ കൂടെയാണ് ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവരുടെ ഗ്യാസ് കൊണ്ടുവന്ന ഗുഡ്സ് ട്രെയിനാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഇപ്പോൾ സമയം വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളങ്ങനെ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുള്ളവർക്കറിയാം, ഇത് ശരിക്കും അറിഞ്ഞു കിട്ടിയൊരു പേരാണ്, വിജയവാഡ. ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ ചുറ്റുപാട് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അവിടുത്തെ ആ ഒരു ആംബിയൻസ് എന്താണെന്ന്. ഏകദേശം അവിടുത്തെ ചുറ്റുപാട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം അത്രയ്ക്ക് വളരെ ചെറിയ മോശമായ ഒരു ഏരിയ ആണെന്നാണ് പറയാം. വിജയവാഡയിൽ ഏകദേശം 10-15 മിനിറ്റോളം ട്രെയിൻ ഹോൾട്ട് ചെയ്തിരുന്നു. അവിടെ നിന്ന് പിന്നെ ട്രെയിൻ എടുത്ത് വരുന്ന വഴി തന്നെ കണ്ടൊരു കാഴ്ചയാണ് എണ്ണപ്പനകളാണെന്ന് തോന്നുന്നത്. എണ്ണപ്പനകളുടെ ഒരു ഏക്കർ കണക്കിനുള്ള ഏരിയ. ഈ അടുക്കി വെച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു അവർ നെല്ലെല്ലാം കൊയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ കച്ചിയാണോ നെല്ലോടെയാണോ അവർ അത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് തന്നെ കുറച്ച് മാറിയായിട്ട് തന്നെ കരിമ്പും തോട്ടവും ഉണ്ട്. ഇവർ കൃഷി എന്ന് വെച്ചാൽ കുറച്ച് കരിമ്പ്, കുറച്ച് നെല്ല്, അങ്ങനത്തെ ഒരു കൃഷി രീതിയാണ് ഇവരിവിടെ ചെയ്യുന്നതെന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മാറുമ്പോൾ എണ്ണപ്പനകള്. എന്തായാലും സമയം ഇപ്പൊ ഏകദേശം 9 മണിയാകുമ്പോൾ ഇതുവരെ ട്രെയിൻ വലിയ ലാഗില്ലാതെ കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ വിശാഖപട്ടണം അടുത്തിരിക്കുകയാണ്. വിശാഖപട്ടണത്തില് ഇനി ഇപ്പൊ ഏകദേശം ഇരുട്ടി, ഇന്നലത്തെ അവസ്ഥയാണ്. വീഡിയോസ് ഒന്നും നൈറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നാളെ ഏകദേശം നമ്മളൊരു 12-1 മണിയോടെ ഷാലിമാർ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഷാലിമാറാണ്ട് വലിയ ആഗ്രഹമൊന്നും വെക്കുന്നില്ല, ഒരു 4 മണിക്കെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം എന്ന് വേണം പറയാം. ഷാലിമാറിന് ഏകദേശം 500-600 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഡാർജിലിംഗിൽ ചെല്ലാൻ വേണ്ടി. നാളെ എന്തായാലും ഷാലിമാർ എന്ന് അവിടെ നിന്ന് സിരിഗിരി എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഡാർജിലിംഗ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്രയിലെ 3-ാം ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മുടെ ട്രെയിന് ഒരു ബ്രിഡ്ജിലൂടെ പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ വീഡിയോയിലും പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം ഇന്നലത്തെ പോലത്തുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലും ഉള്ളത്. നമ്മളിന്ന് ഷാലിമാറിലെത്തും. അവിടെ നിന്ന് നമ്മൾ ന്യൂ ജയ്പൂരിലേക്ക് പോകുന്ന വിഷ്വലും കൊൽക്കത്തയിലെ നൈറ്റ് ലൈഫും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷാലിമാർ ചെന്നിട്ടുള്ള നൈറ്റ് കാഴ്ചകളായിരിക്കും കാണുന്നത് ഇച്ചിരി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പോകുന്ന വഴിക്ക് തന്നെ റെയിൽവേയുടെ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട്. ഇന്നലെ ഏകദേശം 2 മണിക്കൂറോളം നമ്മുടെ വിശാഖപട്ടണത്തെ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 4 മണിക്കൂർ ഡിലേ ആണ് ട്രെയിൻ കാണിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഷാലിമാറിൽ ചെല്ലുമ്പോൾ ഒരു 4 മണിയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം നമ്മളിനി ഷാലിമാർ എത്താൻ വേണ്ടി ഇവിടെ ഒരു 25-30 കിലോമീറ്ററിനകത്തുള്ളൂ. എന്നാൽ പിന്നെ ഒരു കട്ടൻ അടിച്ചേക്കാന്ന് പറഞ്ഞ് ഞാനൊരു കട്ടൻ മേടിച്ചു. ലെമൺ ടീ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇതിൽ മധുരമുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു ലെമൺ ടീ ഞാൻ ആദ്യമായിട്ടാ കുടിക്കുന്നത്. പക്ഷേ വളരെ കഷ്ടപ്പെട്ടാണ് അത് കുടിച്ചത്. എന്തായാലും കൽക്കട്ടയിലൊക്കെ വരുന്നവർക്ക് ഇതുപോലത്തുള്ള വെറൈറ്റി ടീ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഞാൻ ഒരിക്കലും കുടിക്കാൻ പറയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ലതായിരിക്കും. അത്യാവശ്യം ശോകം കട്ടനാണിത്. നമ്മുടെ ട്രെയിന്
4 മണിക്കൂർ ഡിലേ എന്ന് പറഞ്ഞാൽ ഇപ്പം അത് മാറി 5 മണിക്കൂറായി. എന്തായാലും ട്രെയിൻ ഇപ്പോൾ വേറൊരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രെയിനിലുള്ള ഭൂരിഭാഗം ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അപ്പം മനസ്സിലായില്ല. അതെന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് ഷാലിമാറിൽ നിന്നും ഹൗറയിൽ പോയിട്ടാണ് എനിക്ക് അടുത്ത ട്രെയിൻ കയറാനുള്ളത്. ആ ട്രെയിന് 8 മണിക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇപ്പം സമയം ഏകദേശം 6:30 മണിയായി. നമ്മുടെ ട്രെയിൻ പിടിച്ചിട്ടിട്ട് ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നേരത്തെ ആൾക്കാർ കൂടുതൽ ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്. കാരണം ആ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഷാലിമാറിലേക്ക് വേറെ ലോക്കൽ ട്രെയിൻസ് ഒരുപാടുണ്ട്. കാരണം ഇവർ കൂടുതലും ഈ ട്രെയിനിൽ വരുന്നവരാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി 7:30 ആയപ്പോൾ നമ്മൾ ഷാലിമാർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷാലിമാറിലോട്ട് റീച്ച് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇനി നമുക്ക് ഹൗറയിൽ നിന്നും ന്യൂ ജൽപൂരിലേക്കുള്ള ട്രെയിൻ കിട്ടുമെന്ന്. ഈ കാണുന്ന വണ്ടി ഉണ്ടോ, ഇതിൻ്റെ പേര് ടോട്ടോ എന്നാണ്. ഇത് മുംബൈയിലും ഡൽഹിയിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം. മറ്റു സ്റ്റേറ്റിലൊക്കെ ഉണ്ട്, നമ്മുടെ കേരളത്തിലാണ് ഇതില്ലാത്തത്. നമുക്കൊരു ടാക്സി എടുത്ത് മാക്സിമം അരമണിക്കൂർ കൊണ്ട് ഹൗറ സ്റ്റേഷനിൽ എത്തുമെന്ന് നോക്കാം. ഇവിടെ നല്ല ബ്ലോക്കാണ്, എനിക്ക് തോന്നുന്നില്ല എത്തുമെന്ന്. മിക്കവാറും ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി പോവേണ്ടി വരും. അങ്ങനെ നമ്മളൊരു ടാക്സി വിളിച്ചു ഷാലിമാറിൽ നിന്നും ഹൗറ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിലുള്ള പാലത്തിലൊക്കെ കണ്ടൊരു കാഴ്ചയാണിത്. എല്ലാ മേൽപ്പാലത്തിൻ്റെയും മുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അതിൻ്റെ ചുറ്റും അവർ LED സ്ട്രിപ്പ് പോലത്തെ ലൈറ്റ് ചുറ്റിയിട്ടുണ്ട്. ആ ഒരു കാഴ്ച നല്ല രസമാണ്. ചിലയിടത്ത് നമ്മുടെ ഫ്ലാഗിൻ്റെ കളറാണ് അവർ ചുറ്റിയിരിക്കുന്നത്. കൽക്കട്ട വരുന്നവർക്ക് നൈറ്റ് വ്യൂ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം എനിക്കിവിടെ നിന്ന് നൈറ്റ് വ്യൂ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് 8 മണിക്ക് അടുത്ത ട്രെയിൻ ഉണ്ട്. മാക്സിമം ആ ട്രെയിൻ എങ്ങനെയും പിടിച്ചില്ലെങ്കിൽ മിക്കവാറും ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി പോകേണ്ടി വരും. കാരണം 8 മണിക്കൂർ യാത്രയുണ്ട്. AC കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് തന്നെ അവിടെ ചെല്ലേണ്ടി വരും. പോകുന്ന വഴിക്ക് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ബ്ലോക്കൊക്കെ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ബ്ലോക്കൊക്കെ ഉണ്ട്. പിന്നെ ഈ റോഡിന്റെ സൈഡിൽ കൂടി റെയിൽവേ പാളം നിങ്ങൾ കണ്ടു കാണും. റെയിൽവേ പാളമുണ്ട്. പക്ഷെ ഇവിടെ കൂടി ഇപ്പോഴും ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ, ഈ റോഡ് സൈഡിൽ കൂടി തന്നെ. പിന്നെ കൽക്കട്ടയിലെ ചെറിയ ചെറിയ മാർക്കറ്റുകളും അതിൻ്റെ ചുറ്റുപാടുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ട്രെയിൻ മിസ്സായി. അതിൻ്റെ ദുഃഖത്തിൽ ഞാൻ ഇവിടുത്തെ ഒരു ബിരിയാണി മേടിച്ച് കഴിച്ചു. നമ്മുടെ നല്ല ലിച്ചി ജ്യൂസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്ലേവറായിരുന്നു. അങ്ങനെ നമ്മുടെ യാത്രയുടെ 4ാം ദിവസമായ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ന്യൂ ജൽപൂരിലേക്കാണ്. രാത്രിയിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ യാത്ര വളരെ ശോകമായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. രാവിലെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് എവിടെ നിന്നൊരു ചായ കുടിക്കാം എന്ന പ്ലാനിങ്ങിലാണ് ഞാൻ ആദ്യം പുറത്തിറങ്ങിയത്. അങ്ങനെ പുറത്തിറങ്ങി അടുത്തൊരു ഷോപ്പിൽ കയറി ചായയും കുടിച്ചു നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ബംഗാളികളുടെ മെയിൻ ഫുഡാണ് ചപ്പാത്തി, റൊട്ടി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. അപ്പം അത് കുക്ക് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മളിപ്പം സിലിഗുരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഓട്ടോ ടാക്സി സ്റ്റാൻഡ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ സൈക്കിൾ റിക്ഷയും അതുപോലെ തന്നെ ടോട്ടോയും ഇവിടെ അവൈലബിൾ ആണ്. ഞാനിവിടെ വന്നിട്ട് കൂടുതലും ടോട്ടോയിലാണ് യാത്ര ചെയ്തത്. അങ്ങനെ റൂമിലൊക്കെ വന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ സിലിഗുരിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങി. ഈ കാണുന്ന ട്രെയിൻ പാളം നമ്മുടെ ഡാർജിലിംഗിലേക്ക് പോകുന്ന ടോയ് ട്രെയിനിന്റെ പാളമാണ്. അത് ഈ മാർക്കറ്റ് വഴിയൊക്കെയാണ് പോകുന്നത്. ഈ ഏരിയ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഏരിയയാണ്. ഇത് വഴിയിലെ പാർക്ക് ചെയ്തിരിക്കുന്ന കംപ്ലൈന്റ് ആയി കിടക്കുന്ന സൈക്കിൾ റിക്ഷയുടെ സ്റ്റേഷനാണ്. ഇതാണ് ആ ഒരു സൈക്കിൾ റിക്ഷയുടെ മോഡൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വണ്ടിയാണ് ടോട്ടോ. ചുമ്മാ ടോട്ടോയിൽ കയറി ഒരു ചെറിയൊരു റൗണ്ട് അടിക്കുക. എൻ്റെ കൂടെ ഇവിടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഞാനും അവനും കൂടെയാണ് ഈ ടോട്ടോയിൽ കയറി യാത്ര ചെയ്യുന്നത്. എനിക്ക് ഇവിടുത്തെ ലാംഗ്വേജ് അറിയില്ല, അവന് ബംഗാളി ഭാഷ നല്ലതുപോലെ അറിയാം. ഇതാണ് ടോട്ടോ. ഇത് ഇവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലും ഇതുപോലുള്ള ചെറിയ സിറ്റികളിൽ മാത്രമേ ഓടിക്കാൻ പെർമിഷൻ ഉള്ളൂ. വലിയ സിറ്റികളിലോട്ടൊന്നും ഇത് കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ കയറിയിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ടോട്ടോയിലാണ്. ഇതിൽ ഇലക്ട്രിക്കും ഉണ്ട്, ഇതിൽ ഇലക്ട്രിക് മോഡലും ഉണ്ട്, പെട്രോൾ മോഡലും ഉണ്ട്. മാക്സിമം ഈ ടോട്ടോയിൽ 5 പേർക്ക് യാത്ര ചെയ്യാം. ഡ്രൈവർ അടക്കം 6 പേർക്ക് ഇതിൽ ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ 3 സൈഡും ഓപ്പൺ ആണ് കേട്ടോ. നമ്മൾ ടോട്ടോയിൽ കയറി ഏകദേശം ഒരു 5-6 കിലോമീറ്റർ കറങ്ങിയപ്പോൾ 2 പേർക്കും കൂടെ 40 രൂപയായിട്ടുള്ളൂ. ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ റെയിൽവേയുടെ ഏരിയ ആണ്. ഈ കാണുന്ന ട്രെയിനാണ് രാവിലെ ഞാൻ പറഞ്ഞ ന്യൂ ജൽപൂരിൽ നിന്നും ഡാർജിലിംഗിലേക്ക് പോകുന്ന ടോയ് ട്രെയിൻ. ഇതിന്റെ പാളമാണ് രാവിലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പൊ ഇവിടെ ഏകദേശം ക്ലൈമറ്റ് 12 ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. ഈ കാണുന്ന റോഡ് ഇത് നേരെ പോകുന്നത് ഭൂട്ടാനിലേക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 495 കിലോമീറ്റർ ഉണ്ട് ഭൂട്ടാൻ ബോർഡറിലോട്ട്. ഇത് സിലിഗുരിയിലെ ചെറിയ ചെറിയ മാർക്കറ്റുകളും അവിടുത്തെ കാഴ്ചകളുമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഇവിടുത്തെ ഒരു ബാറാണ്. എന്തായാലും നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് അവിടെ സ്ട്രീറ്റിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. ഇവിടുത്തെ ചായ എന്ന് പറയുന്നത് പല വെറൈറ്റി ചായകളുണ്ട്. ഞാനെടുത്തത് ഈ മൺകപ്പിലെ ചായയാണ്. ഇതിൽ അവർ ഏലക്ക, കറുവപ്പട്ട അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ചേർത്തുണ്ട്. നല്ലൊരു മസാല ചായയാണ്, അടിപൊളിയായിരുന്നു. എന്തായാലും വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഈ കാണുന്ന ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ്. വൈകുന്നേരം പൂജ എന്തോ നടക്കുമെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ പുറത്ത് വെയിറ്റിംഗ് ആണ്. ഈ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ മാർക്കറ്റുകളും ചെറിയ ചെറിയ വഴികളുമാണ്. ഇത് മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടുള്ള വഴിയാണ്. തിരക്ക് കുറവായതുകൊണ്ടാണ് ഇതുവഴി ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് പോകാൻ പറ്റില്ല, അതുപോലത്തെ തിരക്കാണ് മെയിൻ റോഡ് വഴി. ഷിപ്പു ഇവിടെ അടുത്തൊരു ഇവന്റ് നടക്കുന്ന കാര്യം പറഞ്ഞു. എന്നാൽ പിന്നെ ഇവിടെ വന്നിട്ട് അതൊന്ന് കണ്ടു നോക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ആ ഇവന്റ് നടക്കുന്ന സ്ഥലത്തോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ക്രിസ്മസ് ന്യൂ ഇയർ ഇവന്റ് ആണ് അവരുടെ. ഞാൻ പോയ സമയം ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഇതുപോലുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകളും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. താണ്ടെ ആ കാണുന്ന ജൈൻ വീൽ ഉണ്ട്, അവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഏകദേശം ഒരു 600-700 മീറ്റർ ഉണ്ട് അവിടെ നമുക്ക് ചെല്ലാൻ വേണ്ടി. നമ്മൾ നേരത്തെ നിന്ന പാലത്തിന്റെ വ്യൂ ആണ്. പാലത്തിൽ നിന്ന് വലിയ രസമായിട്ടൊന്നും തോന്നിയില്ല. താഴെ വന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് പാലത്തിന്റെ. ഇത് പോകുന്ന വഴിക്കുള്ള ക്ഷേത്രത്തിന്റെയാണോ വീടിന്റെയാണോ അറിയത്തില്ല, മതിലിൽ കണ്ട അടിപൊളി ഒരു ചിത്രപ്പണിയാണ്. കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ഒരുപാട് പേര് ഈ ഇവന്റ് കാണാൻ വേണ്ടി വരുന്നുണ്ട്. തിരക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ തിരക്കില്ല, എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇച്ചിരി കൂടി ദൂരെ നിന്ന് ആ പാലത്തിന്റെ വീഡിയോ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. നിങ്ങൾ നോക്കി, അടിപൊളി വ്യൂ ആണല്ലേ കാണാൻ. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഇവന്റ് നടക്കുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്പുകളും ചെറിയ ചെറിയ കടകളും പിന്നെ കുറച്ച് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസും അങ്ങനത്തെ കുറച്ച് പരിപാടി ഇവിടെ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ പിള്ളേരുടെ കലാപരിപാടികൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയ ഒരു കൊച്ചു ഇവന്റ് ആണ്. ഇതിന്റെ എൻട്രി ഫീസ് വരുന്ന ഒരു 10 രൂപയാണ് കേട്ടോ. വലിയ തിരക്കൊന്നുമല്ല. പിന്നെ നമ്മുടെ അവിടുത്തെ ഉത്സവങ്ങളിലെ ഷോപ്പുകൾ പോലെ തന്നെ ഇവിടെ ഉള്ളത്. വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ റേറ്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കണ്ട് നേരെ തിരിച്ച് റൂമിലേക്ക് പോവാണ്. നാളെ ഡാർജിലിംഗ് കറങ്ങാൻ വേണ്ടിയുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നേരത്തെ പോയി കിടന്നാൽ രാവിലെ എഴുന്നേറ്റ് പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ഡാർജിലിംഗിൽ പോകാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത്. പിന്നെ ഇങ്ങനെ റൂമിൽ കിടന്നപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അവൻ പറഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ ഒന്ന് പോയി കണ്ടിട്ട് വരാം, സിലിഗുരിയിലെ കാഴ്ചകളും ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ കരുതിയത്. പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ് ഇത്. സിലിഗുരിയിലെ ചെറിയൊരു മാർക്കറ്റാണ്. ട്രിവാൻഡ്രത്തെ ചാല മാർക്കറ്റ് പോലുള്ള സിലിഗുരിയിലെ ഒരു മാർക്കറ്റാണിത്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ എല്ലാം നല്ല കളർഫുൾ ആണ് കേട്ടോ. നമുക്ക് വീഡിയോ കാണാൻ മനസ്സിലാവും ഓരോ ഫ്രൂട്ട്സിന്റെയും കളർഫുൾ എന്ന് തോന്നുന്നു. അത്രയ്ക്ക് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ. എനിക്കറിയത്തില്ല, കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. അങ്ങനെ ഏകദേശം റൂമിൽ എത്താറായി. ഇവിടെ നിന്ന് ഏകദേശം 77 കിലോമീറ്റർ ഉണ്ട്. നാളെ നമുക്ക് പോകാം ഡാർജിലിംഗിലേക്ക്. നാളെ നമുക്ക് ഡാർജിലിംഗിലെ കാഴ്ചകളുമായിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ട്രിപ്പിലെ 5ാം ദിവസം. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നേരെ ഡാർജിലിംഗ്. ഇന്ന് അവിടുത്തെ കാഴ്ചകളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ രാവിലെ ഏകദേശം ഒരു 9 മണിയായപ്പം ഞങ്ങൾ റൂമിൽ നിന്നും ഡാർജിലിംഗ് കാണാൻ വേണ്ടി ഇറങ്ങി. സിലിഗുരിയിൽ നിന്നും ഡാർജിലിംഗ് വരെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ന്യൂജൽപൂരിൽ നിന്നും 1500 കൊടുത്ത ട്രെയിൻ വഴി വരാം, അല്ലെങ്കിൽ സിലിഗുരിയിൽ നിന്ന് തന്നെ ടാക്സി അവൈലബിൾ ആണ്. ഞങ്ങൾ അല്ലാതൊരു കാറ് അറേഞ്ച് ചെയ്താണ് പോകുന്നത്. കാരണം നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും മറ്റു വീഡിയോസൊക്കെ എടുക്കാനുള്ളത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. പോകുന്ന വഴി തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഈ കാണുന്ന റെയിൽവേ പാളം, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഡാർജിലിംഗിലേക്ക് പോകുന്ന ടോയ് ട്രെയിൻ്റെ, അതാണ്. നമ്മളെന്തായാലും പോകുന്ന വഴിക്ക് ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, അല്ലെങ്കിൽ ഇവിടെ അത്യാവശ്യം തിരക്കുള്ള റോഡാണ് കേട്ടോ ഇത്. പോകുന്ന വഴിക്ക് ആദ്യം നമുക്കൊരു മൂന്നാറിലേക്ക് പോകുന്ന ഒരു ഫീലാണ് തരുന്നത്. കാരണം തേയിലത്തോട്ടങ്ങളൊക്കെയാണ് അപ്പുറവും ഇപ്പുറവും. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തേക്ക് മരത്തിന്റെ ഒരു തോട്ടമുണ്ട്. ഈ കാണുന്ന സിലിഗുരിയിൽ തന്നെ ഒരു തേയിലത്തോട്ടത്തിനകത്ത് വരുന്നൊരു മിലിറ്ററി ക്യാമ്പാണ്. ഈ വരുന്ന വണ്ടികളെല്ലാം ഡാർജിലിംഗിൽ നിന്ന് വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 70 കിലോമീറ്റർ ഉണ്ട് ഇനി നമുക്ക് ഡാർജിലിംഗിലേക്ക് ചെല്ലാൻ. ഈ കാണുന്ന ബ്രിഡ്ജിൽ കൂടെ 2 വണ്ടിക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ പോകുന്നത് മിലിറ്ററി ക്യാമ്പിന്റെ അകത്തൂടെയാണ് ഡാർജിലിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴിയാണ് കൂടുതൽ യാത്രക്കാരും ഡാർജിലിംഗിലേക്ക് പോകുന്നത്. ഈ കാണുന്ന സ്ഥലം ഷൂട്ടിംഗ് സ്പോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. മിലിറ്ററി ക്യാമ്പിലെ പട്ടാളക്കാരെ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഇവിടെ വെച്ചാണ്. അതുകൊണ്ടാണ് ഇതിന് ഷൂട്ടിംഗ് സ്പോട്ട് എന്ന് പേരിട്ടിരിക്കുന്നത്. ഇതാണ് ഡാർജിലിംഗിലേക്ക് പോകുന്നവർക്കുള്ള ആദ്യത്തെ എൻട്രൻസ് കവാടം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടോക്കൺ എടുത്ത് വേണം നമുക്ക് അകത്തോട്ട് പോകാൻ. ഉയരം കൂടുന്തോറും കാഴ്ചകളുടെ ഭംഗി വളരെ വളരെ മനോഹരമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. താഴെ നോക്കുമ്പോൾ കുഞ്ഞു കടുകുമണി പോലെ കാണുന്ന ഒരു നഗരമാണ് ഡാർജിലിംഗ്. അങ്ങ് ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ചൈനയിലാണോ നേപ്പാളിലാണോ എന്ന് അങ്ങനത്തെ ഒരു ഫീൽ തരുന്നൊരു ആംബിയൻസ് ആണ് ഡാർജിലിംഗിൽ ഉള്ളത്. ഡെയിലി ഒരുപാട് യാത്രക്കാർ ഡാർജിലിംഗ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. ഇവിടുത്തെ റോഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം അത്യാവശ്യം നല്ല നല്ല കയറ്റപ്പുറമാണ്. 70-80 ഡിഗ്രി വരെയുള്ള കയറ്റങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഡാർജിലിംഗിലേക്ക് കയറി വരുന്നിടത്തുള്ള ആദ്യത്തെ വ്യൂ പോയിന്റിൽ വണ്ടി ഒതുക്കിയിട്ട് അവിടുത്തെ ചെറിയൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വഴിയെല്ലാം നമ്മൾ താണ്ടിയാണ് ഇത്രയും ഉയരത്തിലെത്തിയേക്കുന്നത്. ഇനി ടോപ്പിലേക്ക് അത്രയും നമുക്ക് പോകാനുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ ഇത് ചെറിയൊരു നഗരമായിട്ട് തോന്നിയാലും ഇനി ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട് ഡാർജിലിംഗിലേക്ക് നമുക്ക് ചെല്ലാൻ വേണ്ടി. ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്കൊക്കെ നല്ല രീതിയിലുള്ള ബ്ലോക്കൊക്കെ കാണുന്നുണ്ട്.
ഇനി ഏകദേശം ഒരു 35 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവും. എന്നാൽ ഏകദേശം അത്രയും ചുറ്റി വേണം ഇനി നമുക്ക് ആ കാണുന്ന അവിടെ ചെന്ന് ഡാർജിലിങ്ങിലെ ബാക്കി വ്യൂ പോയിന്റിലൊക്കെ എത്തിച്ചേരാൻ വേണ്ടി. ഈ കാണുന്ന ഒരു ബ്രിട്ടീഷുകാർ പണിത പള്ളിയാണ് കേട്ടോ. അതിൻ്റെ ബോർഡൊക്കെയാണ്. തൊട്ട് മേളിലാണ് പള്ളി ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും പള്ളിയിലോട്ട് കയറാനുള്ള സമയമില്ല. ജസ്റ്റ് പുറത്ത് നിന്ന് പള്ളിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിപ്പം ഇവിടെ ഇറങ്ങിയത്. ഇത് ഞാൻ കയറിയൊരു ടീ ഷോപ്പിലെ ബാത്റൂമിൻ്റെ ഏരിയ ആണ്. അവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാത്റൂമിൽ ഇത്രയും വ്യൂ ആണെങ്കിൽ ഡാർജിലിങ്ങിലെ ടോപ്പിലെ വ്യൂ എന്തായിരിക്കും അല്ലേ. ഇനി ഇവിടെ നിന്ന് ഏകദേശം 34 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ. അങ്ങനെ ഡാർജിലിംഗിൽ വന്നപ്പം എൻ്റെ ആദ്യത്തെ ഒരു ആഗ്രഹമായിരുന്നു കാഞ്ചൻഗംഗ കാണണമെന്ന്, ഡാർജിലിംഗിൽ അവിടെ നിന്നത്. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചാവുന്ന ഈ ഒരു സ്പോട്ട് കാണാൻ വേണ്ടി. എന്തായാലും ഞാൻ വന്ന ദിവസം ഒട്ടും മോശമല്ലാത്തൊരു ദിവസമാണ്. ഇത്രയും നല്ലൊരു വ്യൂവിൽ ഇത് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ക്ലൈമറ്റൊക്കെ മോശമായി കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. അങ്ങ് അപ്പുറമായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന കാഞ്ചൻഗംഗ, അത് കാണാനും അതിൽ വീഡിയോസ് എടുക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മാക്സിമം ഇത്രയും സൂമിംഗ് ഒക്കെ പറ്റുള്ളൂ. ഇനി ഞാൻ സൂം ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ബ്ലറായിരിക്കും. അവിടെ ഇത് കണ്ട് എല്ലാവരും എങ്ങനെയുണ്ടെന്ന് പറയാം. കാരണം നിങ്ങളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ട് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്നെപ്പോലെ വന്നു പോകാൻ നിൽക്കാതെ ഒരു ദിവസം ഡാർജിലിംഗിൽ സ്റ്റേ ചെയ്യാനുള്ള അതാവുമ്പോൾ ഇവിടുത്തെ ആ ഒരു മോർണിംഗത്തെ വ്യൂവും ഈവനിങ്ങത്തെ വ്യൂവും എല്ലാം കണ്ട് നല്ല അടിപൊളിയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് ഒരു മിനി നേപ്പാളിലേക്കാണ്. പോകുന്ന വഴിക്ക് ഒരു നേപ്പാൾ ഫീൽ വന്നാലും ഇത് ഡാർജിലിംഗിലുള്ള മറ്റൊരു സ്പോട്ടാണ്. ഇവിടെ ഒരുപാട് വിശ്വാസികൾ വരുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളാണ് ഈ ഒരു സ്പോട്ടിൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് യാത്രക്കാർ വന്നു പോകുന്നൊരു സ്പോട്ടാണ്. ഈ കാണുന്ന കൊച്ചു വഴിയിൽ കൂടെ വേണം നമുക്കിനി വണ്ടിയായിട്ട് പോകാൻ. മാക്സിമം നടന്നു പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം വണ്ടി വഴി പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും. അതുകൊണ്ട് വണ്ടി ഒരിടത്ത് ഒതുക്കിയിട്ട് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. മാക്സിമം നടന്ന് കാണുക, അതാണ് മെയിൻ പ്ലാനിങ്. ഈ കാണുന്ന ട്രെയിന് ന്യൂജൽപൂരിൽ നിന്നും സിലിഗുരി വഴി നേരെ ഡാർജിലിംഗിലേക്ക് വരുന്ന ടോയ് ട്രെയിനാണ്. ടോയ് ട്രെയിനിൽ വന്നു കഴിഞ്ഞുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി 10:30 ആകുമ്പം ന്യൂജൽപൂരിൽ നിന്നും ടോയ് ട്രെയിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ഏകദേശം 4:30-5 മണിയായാലേ നിങ്ങൾക്ക് ഡാർജിലിംഗിലെ ടോപ്പിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അതിലും നല്ലത് നിങ്ങളൊരു റെൻ്റ് കാർ എടുത്തോ അല്ലെങ്കിൽ ഒരു ടാക്സി അറേഞ്ച് ചെയ്തോ വരുന്നതായിരിക്കും ബെറ്റർ. അതാണ്ട് നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ കടുകുമണി പോലെ കണ്ട ആ നഗരം ഇന്ന് എന്തുമാത്രം എത്ര വീടുകളുണ്ടെന്ന് നോക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റില്ലാത്ത അത്രയും വീടുകളുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാഞ്ചൻഗംഗ. ഇത് വേറെ ടോയ് ട്രെയിനാണ് കേട്ടോ. ഇവിടെ ടോയ് ട്രെയിനുകൾ 2 രീതിയിലുണ്ട്. ഡീസലും ഉണ്ട്. കൽക്കരിയിലെ ടോയ് ട്രെയിനുകൾ കൂടുതലും ഡാർജിലിംഗ് ആ ഏരിയയിലാണ് കൂടുതലും പോകുന്നത്. ഡീസലിൻ്റെ എനിക്ക് തോന്നുന്നു ന്യൂജൽപൂരിൽ നിന്നും ഇങ്ങോട്ട് വരുന്നതാണ്. ഐ ലവ് ഡാർജിലിംഗ്. എനിക്ക് അതിൻ്റെ അടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല ഗൈസ്. കാരണം അതുപോലെ തിരക്കുണ്ടായിരുന്നു, അതുപോലെ ഫോട്ടോ എടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷൻ. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 7407 ഫീറ്റ് ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് നേപ്പാളിലോട്ടൊന്നുമല്ല കേട്ടോ. ഇതിവിടെ ഉള്ളൊരു ചെറിയൊരു ആർട്ട് ഗ്യാലറിയാണ്. ഇവിടെ കുറച്ച് ആർട്ട് വർക്ക് ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. ആർട്ട് വർക്ക് മാത്രമല്ല, ഇതുപോലത്തെ കുറച്ച് പ്രതിമകളും അങ്ങനത്തെ ഒരുപാട് ആൻറ്റിക് പീസ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. വരുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. എന്തായാലും ഒരു ദിവസം കൊണ്ട് ഡാർജിലിംഗ് വിസിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. ഇനി ഇവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട്, പക്ഷേ എനിക്ക് എല്ലാം ഒന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്കിന്ന് വൈകുന്നേരം തിരിച്ച് കേരളത്തിലേക്ക് പോകാൻ ഉള്ളതുകൊണ്ട് ഞാൻ മാക്സിമം ഇവിടെ ഉള്ളതൊക്കെ കണ്ടു തീർത്തിട്ട് പോകാനാണ് നോക്കുന്നത്. ഇനി എന്തായാലും ഒരു പ്രാവശ്യം വരുമ്പം ഇതുപോലെ സ്റ്റേ ചെയ്ത് നിൽക്കാൻ കണക്കിനാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇവിടുത്തെ പല രീതിയിലുള്ള ആംബിയൻസും കാഴ്ചകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡാർജിലിംഗിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം 2 ദിവസം നിൽക്കാൻ കണക്കിന് തന്നെ പ്ലാൻ ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ തന്നെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതൊരു ജാപ്പനീസ് ടെമ്പിളാണ്. അവിടെ ഒരുപാട് പേര് വരുമ്പോൾ വിസിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളും വളരെ രസമുണ്ട്. ഇവിടുത്തെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ബുദ്ധനാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും അവർ കൂടുതലും ആരാധിക്കുന്ന ബുദ്ധന്മാരെയാണ്. ഇപ്പം ഏകദേശം ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് ആ കാഞ്ചൻഗംഗയിലെ വ്യൂ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം നല്ല രസമുണ്ട് കാണാൻ. ക്ലൈമറ്റൊക്കെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റും. ക്ലൈമറ്റ് മോശമാകുന്നതനുസരിച്ച് നമുക്ക് ഇതുപോലത്തെ കാഴ്ചകൾ കാണുന്നത് കുറവായിരിക്കും. അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാനത്തെ നിമിഷം എത്തിയിരിക്കുകയാണ്. ഇന്ന് നൈറ്റിന് തിരിച്ച് കേരളത്തിലേക്കാണ്. ഇനി തിരിച്ചുള്ള വീഡിയോസൊക്കെ എടുക്കുന്ന സാധ്യത കുറവാണ്. ഇതുവരെയുള്ള വീഡിയോസൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയും നിങ്ങളുടെയൊക്കെ അടുത്ത് എത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്നു.
നമുക്കിതുപോലുള്ള ഒരുപാട് പ്ലേസുകൾ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പം മറ്റൊരു സ്പോട്ടുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.